സൂം ചെയ്തിട്ട് ഇത് നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ് കേട്ടോ. ഇതിനെ പണ്ട് കാലത്ത് നിത്യകല്യാണി എന്ന് പറയുമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതിന് ശവനാറി എന്നുള്ള പേരായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഈ കോട്ടക്കൽ ആയുർവേദശാലേൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരിവിടെ പിച്ചകത്തിൻ്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് പറമ്പ് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇത് ഈ കളറ് മാത്രമല്ല, വേറൊരു വയലറ്റ് കളറുള്ളൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം അവർ അന്ന് പറിച്ച് പോയി. പിന്നെ അതിന് ശേഷം സത്യം പറഞ്ഞാൽ അത് വിത്തട്ട പോലെ. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗർഭപാത്രത്തിൽ വരുന്ന മുഴകൾക്കൊക്കെ ഇതിൻ്റെ ഈ പൂവുകളിട്ട വെള്ളം, അതായത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. സയൻറ്റിഫിക്കായിട്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല കേട്ടോ. ഇതാണ് വെളുത്ത റോസാണ് ഞങ്ങളെ വീട്ടിൽ. ഞാനിത് പണ്ട് മുതലേ എൻ്റെ തലയിൽ വെക്കുന്നത് കാരണം ഞാൻ വെള്ള ലില്ലിപ്പൂവും വെള്ള റോസ് പൂവാണ് അധികം തലയിൽ വയ്ക്കുക. അങ്ങനെ എനിക്കൊരു വെള്ളപ്പൂവേ എന്ന് പറഞ്ഞിട്ടൊരു പേര് കൂടി എൻ്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങളെ വീട്ടിലുള്ള ഒരു ചുവപ്പ് റോസ് പൂവാണ്. ഇതാണ് വെള്ള ശംഖുപുഷ്പം. ഇതിനും സത്യം പറഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ളൊരു ഇതാണ്. ഇതിൻ്റെ വേര് അരച്ച് കഴിക്കുന്നത് എന്തോ ഒരു അസുഖത്തിന് നല്ലതാണ് കേട്ടോ. ഞാൻ അസുഖങ്ങളുടെ പേരൊന്നും പറയണില്ല, കാരണം നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തത് നമ്മൾ പറയാതിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും പറയില്ല. പക്ഷേ ചെറുപ്പം മുതലേ ഞാൻ ഇത് കേൾക്കുന്നതാണ്. നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് വെള്ള ശംഖുപുഷ്പം. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വയലറ്റ് ശംഖുപുഷ്പം ഉണ്ടല്ലോ, അത് തലച്ചോറിനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാനടക്കം എല്ലാവരും അത് ചുടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂവിൻ്റെ കളറൊക്കെ ആ നീല കളറാവും ആ വെള്ളം. അത് കുടിക്കാറുണ്ട് കേട്ടോ. ഇതാണ് ജമന്തിയുടെ തൈയാണ്.
പിന്നെ ഇതാ വേറെ ചെടികളുണ്ട്. അതേപോലെ ഇതൊരു ചീരയാണ് കേട്ടോ. ഈ ചീര നല്ല തൊലികൾക്കൊക്കെ കുറേ മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ് തോന്നുന്നുണ്ട് വിരുന്നിന് വന്നപ്പോൾ അവിടെ ഒരു ആയുർവേദത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് സ്കിന്നിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിന് നല്ല ഗുണമുള്ള ഒരു ചീരയാണ് ഇത്. നമ്മൾ ചീര തോരൻ, ചീരക്കറി ഇതൊക്കെ വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഇത് തെച്ചിമരമാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ അത്രമാത്രം ഇല്ലാത്ത കാരണം ഇത് ഞങ്ങളെ പഴയ വീടിൻ്റെ അവിടെയാണ് കേട്ടോ. ഇപ്പം ഞാനൊരു പുതിയ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് താമസം. എന്നാലും ഡെയിലി ഞങ്ങളിവിടെയൊക്കെ വന്ന് ക്ലീൻ ചെയ്തൊക്കെ പോകലുണ്ട്. അപ്പോൾ അത് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടൊക്കെയാണ്. പിന്നെ സീസൺ ആയിട്ടില്ല, അതുകൊണ്ട് പൂവുകൾ ഇങ്ങനെ മൊട്ടിങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ നാട്ടും പ്രദേശം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നല്ല കാടുകളും. സത്യം പറഞ്ഞാൽ നമ്മളിത് മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട് സൈഡിൽ പോകുമ്പോൾ, സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൻ്റെ അധികനൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു രസമായിരുന്നു എന്നറിയോ. കാരണം എന്താണെന്നറിയോ, കാം ആൻഡ് ക്വയറ്റാണ് അവിടെ. ഏറ്റവും ശാന്തമായ, അതായത് സൗണ്ടുകളൊന്നും ഇല്ലാത്ത, അതായത് പ്രകൃതിയുടെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പക്ഷികളുടെ സൗണ്ടാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരുപാട് പക്ഷികൾ വരും കേട്ടോ. ഇവർക്ക് ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഈ കല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ രാവിലെ ആയാൽ ഞാൻ ഭക്ഷണം ഇടാൻ വരും കേട്ടോ. കാരണം രാത്രി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പരിപാടിയോ പിന്നെ അന്ന് ഭക്ഷണം ഉണ്ടാക്കാത്ത ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം നേരം വെളിച്ചാകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം എന്താണെന്നറിയോ, എന്നെ കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. കാരണം അണ്ണാന്മാർ വരും, തത്ത വരും, മൈന വരും, പിന്നെ കുളക്കോഴി വരും, പിന്നെ കുയിലുകൾ തന്നെ, പുള്ളിക്കുയിൽ വരും, സാദാ കുയിൽ വരും, പിന്നെ ഒരു ചെറിയൊരു കുയിൽ വരുമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ ഇതറിയില്ല. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടൊരു ഫ്രണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതൊരു മിമിക്രിക്കാരനാണ് എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസമായില്ല. പക്ഷെ പിന്നെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് നിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. എന്താണെന്നറിയോ, ഇതാണെങ്കിൽ പൂച്ചയുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കുന്ന സൗണ്ടൊക്കെ ഇതുണ്ടാക്കണം ഞാൻ കേട്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഫ്രണ്ട് പറഞ്ഞപ്പോഴൊന്നും ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ എനിക്ക് കേൾക്കും അതിങ്ങനെ ഉണ്ടാക്കുന്നത്. അതിവിടെ സുലഭമായിട്ടുള്ള ഒരാളാണ് കേട്ടോ. ചെറിയ പക്ഷിയാണ്, പക്ഷെ അതിന് ഭയങ്കര വില്ലനാണത്. അപ്പോൾ ആ പക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതായത് വേറെ പക്ഷികളും ഒന്നും വരാതെ മൂപ്പരാൾക്ക് മാത്രം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ അത് പൂച്ചേൻ്റെ മ്യാവൂ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വേറെ ജീവികൾ പൂച്ചനെ പേടിച്ചിട്ട്, കാരണം ഈ പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പൂച്ചേനായിട്ട് അങ്ങനത്തെ കാര്യത്തിന് നല്ല അടിയും വയ്ക്കും, നല്ല അടി കൊടുക്കും. ഇന്നെ കണ്ടാൽ അത് പേടിച്ചോടും ചെയ്യുക പൂച്ചട്ട. കാരണം ഇത് നമ്മളെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ കാലിനൊക്കെ മുട്ടിയിരുമ്പി ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഭക്ഷണം അങ്ങനെ ഇവിടെ കല്ലുമ്മയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂച്ച വന്നിട്ട് മെല്ലെ ചെടീൻ്റെ ഇടയിൽ പതുങ്ങിയിരുന്നിട്ട് ഈ അണ്ണാനെ പിടിക്കും. അപ്പോൾ അണ്ണാനെ പിടിച്ചാൽ അത് തിന്നൂല്ല, അതിനെ ഇങ്ങനെ കൊന്നിട്ട് പിന്നെ കൊണ്ട് എവിടെയെങ്കിലും ഇടും. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം. കാരണം പണ്ട് ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള മിസ്സി, ഞാൻ അതിനെ മിസ്സി എന്ന് വിളിക്കട്ടോ. അപ്പോൾ മിസ്സി പൂച്ചക്കുട്ടി വരുമായിരുന്നു. അത് ഞങ്ങളെ കുറച്ച് അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ചയായിരുന്നു. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണമൊന്നും അതിനാവശ്യമില്ല. മൂപ്പര് സുഖമായിട്ട് ഇവിടെ ഞങ്ങളെ പണ്ടത്തെ വീടായത് തന്നെ തറവാട് ആണ്. അപ്പോൾ വലിയ പഴയ വീടാണ്. അപ്പോൾ മൂപ്പരാൾക്ക് ഇവിടെ വന്നിട്ട് സുഖമായിട്ട് ആ സോഫയിലൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങും. ഫ്രീ ആയിട്ട് ആരും ശല്യപ്പെടുത്താനില്ല. ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ശല്യം ഇല്ലാത്തതുകൊണ്ട് മൂപ്പർക്ക് ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ദിവസം ഇത് അണ്ണാനെ പിടിച്ചോണ്ടായി.
അണ്ണാനെ പിടിച്ച് ഞാനത് കണ്ടും ചെയ്തു. ഞാനതിൻ്റെ പിന്നാലെ ഇട്ടു. അപ്പോൾ അണ്ണാൻ ഇങ്ങനെ, അതായത് നമ്മളെ കുറച്ച് പകുതി ജീവനായി കഴിഞ്ഞാൽ അതിങ്ങനെ കിടന്ന് പിടയ്ക്കുമല്ലോ. ഇത് കാണാൻ ഇവർക്ക് ഭയങ്കര ഒരു രസമാണ്. ഇവരങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഈ അണ്ണ ഇങ്ങനെ പകുതി ജീവനം കൊണ്ട് ഇങ്ങനെ തുള്ളുന്നത് ഇവർ കണ്ടാസ്വദിക്കുക. അതുകൊണ്ട് തന്നെ ഈ അണ്ണാമാർ ഇതിനെ എപ്പോൾ ഇത് സോഫയിലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറയത്തു കൂടെയൊക്കെ ഇങ്ങനെ അണ്ണാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര ഒച്ചുണ്ടാക്കും. മണ്ണാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോട്ടർ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം നിറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു വല്ലാത്ത സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഇന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് സൗണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയതാണ് എന്താ ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് പിന്നെ ഇതിന് ഈ അണ്ണാൻ സൗണ്ട് ഉണ്ടാക്കണ വെള്ളം നിറഞ്ഞു പോകണ ഒച്ച കേട്ടിട്ടാണ്. ഇത് ഞങ്ങളുടെ പഴയ കിണറാണ് കേട്ടോ, പണ്ടത്തെ കിണറ്. ഇതിലിപ്പോഴും നിറയെ വെള്ളമുണ്ട് കേട്ടോ. അത് കണ്ടോ, നല്ല വെള്ളമാണ്. റൈസ് പോയി. ഇത് ഞങ്ങളുടെ കുളമാണ് കേട്ടോ. പണ്ട് ഇവിടെയാണ് ഞങ്ങൾ കുളിച്ചിരുന്നതൊക്കെ. ഇപ്പോൾ ആരും ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട്, പക്ഷേ വെള്ളം എപ്പോഴും ഉണ്ട് കേട്ടോ നന്നായിട്ട്.